ഏകദേശം ഒക്കെ എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് തിയറംസ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ കുറേയേറെ പ്രോപ്പർട്ടീസ് നമ്മൾ ഓരോ തിയറമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിലെ പല പ്രോപ്പർട്ടികളും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്കൊന്ന് ഇത് ചെയ്യാം. നമ്മളെ കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ തന്നെ അവിടെ ചെയ്തേക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലെ യൂണിഫോം കണ്ടിന്യൂറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, നമ്മള് കണ്ടിന്യൂറ്റി ഫംഗ്ഷൻ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണ്? f is from a to r, c from a, then we say that f is continuous at c if for any given number epsilon greater than 0 there exists a delta greater than 0 such that if x is any point of x satisfying this condition, then this mod f of x minus f of c is less than epsilon. ഇതായിരുന്നു നമ്മളുടെ കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്. ഇവിടുത്തെ ഒരു പ്രത്യേകത, this epsilon, the value of this epsilon depends on this delta and c. നിങ്ങൾ താഴേക്ക് നിങ്ങളത് നമ്മൾ അതിന്റെ ഇതിനകത്ത് അതിന്റെ പ്രൂഫ് ഒന്നും പ്രോബ്ലം ചെയ്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത പല പ്രോബ്ലത്തില് ഈ സിറ്റുവേഷൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാനിതെല്ലാം പ്രോബ്ലമായിട്ട് തന്നെ എഴുതിയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഈ എപ്സിലോൺ എന്ന് പറയുന്ന നമ്പർ that depends on this delta and epsilon. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയും ഫംഗ്ഷൻ is continuous at x is equal to c. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് this epsilon delta depends only on, ഞാൻ പറഞ്ഞ തിരിഞ്ഞല്ലോ, this delta depends on this epsilon and c. Now, ഇനി നമ്മൾ ഈ കണ്ടീഷൻ ഒന്ന് ചേഞ്ച് ചെയ്യാൻ പോവാ. this delta depends only on this epsilon, not on c. അതിന് ആ സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു കറക്ഷൻ ഉണ്ട്. ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് c if given epsilon greater than 0. epsilon തന്നിട്ടുള്ളതാണ്, ഡെൽറ്റ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺ epsilon ആൻഡ് c. ഓക്കെ, നമ്മള് ഈ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളടുത്ത് ജസ്റ്റ് ഞാൻ പറഞ്ഞു. ഈ പ്രോപ്പർട്ടീസ് ഒക്കെ നിങ്ങൾ ഒന്നുകൂടെ അതൊന്ന് ഓടിച്ചിട്ടൊന്ന് വായിച്ച് പഠിക്കണം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തെ കോൺസെപ്റ്റ് ശരിക്കും മനസ്സിലാവും. ഓക്കെ, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞ ഡെഫിനിഷൻ തന്നെ, കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. f is from I to r, c is from that interval. f is said to be continuous at c if for every epsilon greater than 0 there exists a delta such that f of x minus f of c is less than epsilon. Okay, ഇതില് ഞാൻ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഈ delta depends on this epsilon and c, നമ്മൾ അതിനകത്ത് പകരം this delta depends only on this epsilon, not on c എന്ന് പറയുന്നതാണ് നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ. അപ്പൊ മറ്റേ ഡെഫിനിഷൻ അറിയാമെങ്കിൽ ഇത് വളരെ കൃത്യമായിട്ട് അറിയാം, ചെയ്യാം നമുക്ക്. പക്ഷെ ഒറ്റ കണ്ടീഷൻ അവിടെ എഴുതണം, ദിസ് ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ നമ്പർ എപ്സിലോൺ. ബാക്കി എല്ലാ കണ്ടീഷൻസും സെയിം ആണ് കണ്ടിന്യൂറ്റിയുടെ. അപ്പോ നമുക്ക് പറയാൻ പറ്റും ഇതിന്റെ രണ്ട് ഡെഫിനിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, the positive number delta depends only on epsilon in the case of uniform continuity. The delta depends both on epsilon and c. That is the condition for continuity at a point. അപ്പം നമുക്ക് മനസ്സിലാവും f is uniformly continuous on a ആണെങ്കിൽ then f is clearly continuous on that set a. അപ്പം നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞ റിസൾട്ട് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. യൂണിഫോം കണ്ടിന്യൂറ്റി implies continuity. ഓക്കെ, അപ്പൊ എല്ലാ ഫംഗ്ഷനും യൂണിഫോം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫംഗ്ഷൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ we can say that that function is continuous also. But the converse part need not be true. Converse part അപ്പൊ എന്തായിരിക്കും? Every continuous function need not be uniformly continuous.
അതിന് എക്സാമ്പിൾസ് ഒക്കെ താഴെ വരുന്നുണ്ട്. ഞാനിത് അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ബട്ട് നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. അതിൽ ഫസ്റ്റ് പ്രോബ്ലം, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ദിസ് ഫംഗ്ഷൻ f of x is equal to 2x, x belongs to R, set of real numbers, is uniformly continuous on R. അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇവിടെ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയേണ്ടത് this delta depends only on this epsilon. അത് മാത്രം നമ്മൾ പോയി. Okay, for that take any two real numbers. ഞാൻ ഇവിടെ എക്സും യുവും എടുത്തു. ഈ യു ആക്ച്വലി എടുത്തേക്കുന്നത് സിയുടെ സ്ഥാനത്തായിട്ടാണ് എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ പഠിക്കുന്നത് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുത്തു. Now evaluate this mod f x minus f of u. f of c എന്ന് പറയുന്ന പോലെ തന്നെയാണ്, വേറൊന്നുമില്ല. f of x തന്നിട്ടുണ്ട്, that is 2x. So this is 2x minus 2u. So that is 2 into mod x minus u. Okay. Now condition പറയുന്നത് എന്താ? Mod x minus u is less than delta implies this mod f of x minus f of u is less than epsilon. Okay. അപ്പോൾ ഈ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആണ് if എപ്പോ this mod x minus u is less than 2. Okay, 2 into that mod x minus u is less than epsilon, or 2 നെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാ. mod x minus u is less than epsilon by 2. Now take that epsilon by 2 as delta. Okay, അപ്പോൾ നിങ്ങൾ ഡെൽറ്റയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. This delta is epsilon by 2, right? Therefore this delta depends only on the epsilon, not on x and u. Clear? അപ്പോൾ ഇതാണ് നമ്മളുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ ഒരു കേസ്. എന്തായാലും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? ഈ ഡെൽറ്റ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എപ്സിലോൺ, നോട്ട് ഓൺ the points x and u. Clear? Therefore delta depends only on x, not on the points x and u. Therefore the function f is uniformly continuous. Clear? Okay ആണോ? Okay sir. അടുത്തത് സെക്കൻഡ് പ്രോബ്ലം. f of x is equal to x square. ആ ഫംഗ്ഷന്റെ ഡൊമൈൻ പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് ദ ക്ലോസ്ഡ് ഇന്റർവൽ -1 is uniformly continuous on that interval. Clear? അവിടെ ഇതുപോലെ നമ്മൾ എടുക്കുന്നത് എന്താ? Take two numbers x and u, epsilon greater than 0. ഒരു ഫംഗ്ഷൻ യൂണിഫോംലി കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചെയ്യേണ്ട മെത്തേഡ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, രണ്ട് നമ്പേഴ്സ് എടുക്കുക, x and u, in the domain of that function. Take another epsilon greater than 0. Okay, therefore mod f of x minus f of u equal to, അത് evaluate ചെയ്യുക. Okay, f of x is x square, f of u is u square. Now this is of the form a square minus b square. Now a plus b into a minus b, right? Okay, now product a b എന്ന് പറഞ്ഞാൽ സെയിം ആണ് mod a into mod b. Okay, അങ്ങനെയാണെങ്കിൽ this will be equal to mod x plus u into mod x minus u. Okay, now apply this triangle inequality. In the triangle inequality നിങ്ങൾക്ക് അറിയാം, mod a plus b is less than or equal to mod a plus mod b. So this value is less than or equal to mod x plus mod u. ഇത് ഇതുപോലെ തന്നെ നിർത്തിയേക്കാം. എന്തിനാ അത് അതുപോലെ തന്നെ നിർത്തുന്നത്? Now from the definition it is clear that this mod x minus u should be less than delta. Okay, അതുകൊണ്ട് അത് നിങ്ങൾ ആ ടേം അതുപോലെ തന്നെ നിർത്താം. Okay, so mod x plus mod u into mod of x minus u. Now ഈ x ഉം u എവിടുത്തെ എലമെന്റ് ആണ്? x ഉം u belongs to this closed interval -1 plus 1. അങ്ങനെയാണെങ്കിൽ mod x എന്തായിരിക്കും? mod x is less than or equal to 1. mod u is also less than or equal to 1. Okay, so this value is less than or equal to 1. This value is also less than or equal to 1. So 1 plus 1 is 2. 2 into mod x minus u. Now this
whole value is less than epsilon if നേരത്തെ ചെയ്തിട്ടുള്ളതാണ് mod x minus u is less than epsilon by 2. Now take this epsilon by 2 as our delta. ഒരു epsilon തന്നിട്ടുണ്ട്, നിങ്ങൾ delta കണ്ടുപിടിച്ചു. The delta does not depend on this x and u, the numbers x and u. Okay, therefore this function is uniformly continuous on that interval. That means this delta depends only on this epsilon. Clear or not? Clear, sir. Okay. ഇതേപോലെ തന്നെയാണ് വേറൊരു function. For example, fx is equal to say x cube. X belongs ഇപ്പൊ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെ ഒന്ന് ചെയ്യാം. Okay, നമ്മളെ ഇന്റർവൽ ഒന്ന് മാറ്റി പിടിക്കുക. -2 to 2 അല്ലെങ്കിൽ വേണ്ടത് -2 എന്ന് മാറ്റിയിട്ട് നമുക്ക് സെയിം പ്രോബ്ലം ആയിട്ട് മാറുന്നത് വേണ്ട. അതിന് പകരം this is 1 2. Okay, x cube ആണ്. എന്തെടുക്കണം? Take u and x belongs to this interval. ഏത് interval? Closed interval 1 2. Okay, and epsilon greater than 0. Then mod f of x minus f equal mod x cube minus u cube. Clear? So this is of the form a cube minus b cube. Formula നമുക്കറിയാം. This is a minus b into a square plus ab plus b square. Okay, so that is mod x minus u into okay x square plus xu plus u square. Okay, this value is equal to mod x minus u into mod x square plus xu plus u square. Okay, this is less than or ഇതിനെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യുക. എന്താണ് mod x u മറ്റേ ടേം എന്താവും? mod x square plus mod x into mod u plus mod u square. This is less than or equal to mod x minus u into ഈ വാല്യൂസ് ഒക്കെ പറയാമോ? അതായിരിക്കും mod x square എന്താവും? സെയിം ടെക്നിക്കിൽ തന്നെ നോക്കിയാൽ mod x square എന്താവും? x എവിടുത്തെ എലമെന്റ് ആണ്? x എവിടുത്തെ എലമെന്റാ? 1 2. ക്ലോസ് ഇന്റർവൽ 1 2. അത് എക്സിന്റെ വാല്യൂ ഇപ്പൊ മാക്സിമം എവിടെ വരെ പോകും? mod xന്റെ വാല്യൂ 2. mod xന്റെ വാല്യൂ 2. അപ്പൊ ഇത് 2 സ്ക്വയർ plus 2 into 2 plus 2 square. So this is 4 8 8 plus 4, that is 12. So that's equal to 12 into x minus u. Now this is less than epsilon if 12 x minus u is less than epsilon, or x minus u is less than epsilon by 12. Now take this as our delta. Therefore, this delta is equal to epsilon by 2 depends only on epsilon. Therefore, this function is uniformly continuous on closed interval 1 2. Okay, clear or no? Clear answer. Okay, അടുത്ത ഫംഗ്ഷൻ f of x is equal to 1 by x. ഇവനാണ് ഏറ്റവും നമ്മുടെ പല കേസിന് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. This f of x is equal to 1 by x. Okay, x belongs to a. A is set of all positive real numbers.
ഈ 1/x നമ്മൾ നേരത്തെയും കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. എവറി കണ്ടിന്യൂസ് ഫംഗ്ഷൻ നീഡ് നോട്ട് ബി ബൗണ്ടഡ് എന്നുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അവിടെ നിങ്ങൾ ഉപയോഗിച്ച ഫംഗ്ഷൻ ആണ് 1/x. 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒത്തിരി ആൾക്കാരുടെ പ്രോപ്പർട്ടിയെ വയലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കാം. സോ f of x is equal to 1/x. Okay, is not uniformly continuous on A. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ സിറ്റുവേഷൻസ് ഒക്കെ പറയുമ്പോഴും നിങ്ങൾ ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ, ഓക്കെ, ഡൊമൈൻ ഓഫ് ദിസ് ഫംഗ്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പറയണം. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും നിങ്ങൾ ഡൊമൈനോട് അതിന്റെ കൂടെ പറഞ്ഞില്ല എങ്കിൽ നമുക്ക് ഇവിടെ എല്ലാം പ്രശ്നമാണ്. ഈ 1/xന്റെ ഡൊമൈൻ പറയാതെ വന്നു കഴിഞ്ഞാൽ ആ 1/x ചില സിറ്റുവേഷനിൽ 1/x ശരിയാണ്, ചില സിറ്റുവേഷൻ 1/x ശരിയല്ല. അതുകൊണ്ട് ഡൊമൈനോട് കൃത്യമായിട്ട് പറഞ്ഞു പോകണം. ഈ ഡൊമൈൻ പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ ഫംഗ്ഷന്റെ യൂണിഫോം കണ്ടിന്യൂറ്റി വയലേറ്റ് ചെയ്യപ്പെടുന്നത്. Okay, that is function is not uniformly continuous on this domain. X belongs to A. Okay, അവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ take epsilon greater than 0 and take a point U in A. Okay, now take minimum delta as the minimum of this number. ഈ യു നിങ്ങൾ ഇവിടെ ഓൾറെഡി എടുത്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ എടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, തൽക്കാലം ഇതിങ്ങനെ തന്നെ നിങ്ങൾ അങ്ങ് എടുത്തേക്കാൻ ഗ്രാൻഡഡ്. ഡെൽറ്റയുടെ വാല്യൂ മിനിമം ഓഫ് ദിസ് u/2 u² epsilon by 2. എന്തിനാണ് അങ്ങനെ എടുത്തെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. f of x minus f of u നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക. f of x minus f of u എത്രയാണ്? സോ ദിസ് ഈസ് 1/x 1/u. Okay, simplify ചെയ്യുമ്പോൾ u minus x divided by xu. Now take the absolute value. So mod x minus u minus x into mod x into u. So that is same as this one. Okay, take as equation number 1. Okay, ഇനിയാണ് നമ്മൾ ചെറിയ കുറച്ച് ടെക്നിക്കുകളൊക്കെ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കണ്ടീഷൻ നമ്മൾ യു എന്ന് പറയുന്നത് എയിലുള്ള എലമെന്റ് ആണ്, ഡൊമൈനിലുള്ള. സോ മോഡ് എക്സ് മൈനസ് യു ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഇത് കണ്ടീഷൻ ഇങ്ങനെ ആണോന്നുമില്ല, ആ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ മോഡ് എക്സ് മൈനസ് യു ഈസ് ലെസ് ദാൻ u/2 ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിനെ നിങ്ങൾ ചെയ്യാം. Mod x minus u is less than u/2. Okay, which implies minus u/2 is less than x minus u less than u/2. എവിടെ നിന്ന് കിട്ടി? നമ്മൾ നേരത്തെ പഠിച്ച ഒരു ഇൻഇക്വാളിറ്റി ഉണ്ട്. mod x is less than r if and only if minus r less than x less than r. ആ ആർഗ്യുമെന്റ് നമ്മൾ ഇവിടോട്ട് പോകും. Now adding u on both sides, we get this is u/2 is less than x less than this is u. Okay, 3u/2 ന്റെ കൂടെ u ആണ് ആഡ് ചെയ്യുക. ശരിയല്ലേ? ഓക്കെ ആണോ? സോ u/2 is less than x less than 3u/2, right? അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. പ്രൂഫ് ഒന്നും ഞാൻ അവിടെ എഴുതിയിട്ടില്ല. നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ നോട്ടിൽ നിങ്ങളത് സിംപ്ലിഫൈ ചെയ്യണം. എന്താണ്? mod x minus u is less than u/2 implies this u/2 is less than x less than 3u/2. Okay, now that is നമ്മൾ u/2 is less than x ഈ ഇൻഇക്വാളിറ്റിയുടെ ഈ ഫസ്റ്റ് പാർട്ട് മാത്രം എടുത്തു. അതാണ് ഇതായിരിക്കുന്നത്. Now take the reciprocal. We get 1/x is less than 2/u. Okay, ഇതെപ്പോഴാണ്? mod x minus u less than u/2 ആവുന്ന സിറ്റുവേഷൻ മാത്രമാണ്. എനിവേ, from equation number 1 നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. mod f of x minus f of u is mod u minus x divided by x into u. Okay, ഇവിടെ മോഡിന്റെ ആവശ്യമില്ല. എന്തുകൊണ്ടാണ് മോഡിന്റെ ആവശ്യമില്ലാത്തത്?
ഇവിടെ മോഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അടുത്ത് എഴുതിയപ്പോൾ മോഡ് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാണ് മോഡ് എഴുതാത്തത്? എന്തുകൊണ്ടാണ് മോഡ് എഴുതാത്തത്? Okay, this 1 by x is less than 2 by u. Okay, ഇവിടെ ഒരു 1 by x ഇരിപ്പുണ്ട്. ഇവിടെ 1 by x എന്ന് പറയുന്നത് നമ്മള് 2 by u ആണ്. ഓൾറെഡി ഒരു u കൂടെ ഉണ്ട്. u into u, you get 2 by u square into mod x minus u. Okay, therefore, if this delta mod x minus u is less than delta, ഈ ഡെൽറ്റയുടെ വാല്യൂ ഒന്ന് ശ്രദ്ധിച്ചോണം. This is a delta. ഒന്ന് u by 2, ഇതാണ് u by 2. അതുകൊണ്ടാണ് ഫസ്റ്റ് നിങ്ങൾ u by 2 എടുക്കുക. പിന്നുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇത് ലെസ് ദാൻ, ഓക്കെ, ലെസ് ദാൻ എപ്സിലോൺ എടുത്താൽ we can see that this mod x minus u is less than epsilon u square by 2. ആ ഐറ്റമാണ് നിങ്ങൾ ദാണ്ട് ഇവിടെ കാണിച്ചത്. ഒന്ന് u by 2ഉം ഒന്ന് എപ്സിലോൺ ഇൻറ്റു യു സ്ക്വയർ ബൈ 2ഉം നിങ്ങൾ ഡെൽറ്റ ചൂസ് ചെയ്താൽ മിനിമം ഓഫ് ദാറ്റ് ഈ കണ്ടീഷനിലും രണ്ടാമത്തെ കണ്ടീഷനിലും നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഇതിന്റെ മിനിമം വാല്യൂ ആണ്. ഓക്കെ, therefore this delta depends on both epsilon and the point u. നോക്കുക, ഈ ഡെൽറ്റയുടെ വാല്യൂ എന്തായി? ഇവിടെ യുവിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇതിൽ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടിടത്തും യു എന്ന് പറഞ്ഞ ടേം ഉണ്ട്. കഴിഞ്ഞ പ്രോബ്ലത്തിലൊന്നും അതുണ്ടായിരുന്നില്ല. Okay, therefore this delta depends on this epsilon and the point u also. Therefore this function is not uniformly continuous on this domain A. A is the set of all positive real numbers. Is it clear, Aya? ഇത് ചെയ്ത് പഠിക്കണം. ഈ യൂണിഫോം കണ്ടിന്യൂസ് അല്ല. ഇപ്പൊ ചിലപ്പോൾ അങ്ങനെ ചോദിക്കാറുണ്ട്, ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ നോൺ യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷൻ എഴുതിയാൽ മതി, പക്ഷെ ഫംഗ്ഷൻ 1 by x മാത്രം എഴുതരുത്. 1 by x കൊടുത്തു കഴിഞ്ഞിട്ട് that x belongs to set of all positive real numbers. അതുകൂടെ നിങ്ങൾ അവിടെ കൊടുക്കണം. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ശരി. അടുത്തത് 1 by x വെച്ചുകൊണ്ട് തന്നെയാണ് ഡൊമൈൻ ഒന്ന് മാറ്റി തിരിച്ചു. Open interval 0, 1 is not uniformly continuous. ഓക്കെ, നമ്മളിവിടെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്തിട്ടുള്ള ഇതാണ് ചെയ്യുന്നത്. If possible, assume f is uniformly continuous. ഞാൻ മറ്റു ഡെഫിനിഷൻസ് ഒക്കെ നേരെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. Uniformly continuous ആണെങ്കിൽ for every epsilon greater than 0, there exists a delta such that any 2 point x and u, mod x minus u is less than delta, implies mod f of x minus f of u is less than epsilon. This is from definition of uniform continuity. Now take epsilon is equal to 1, and this is true for all epsilon greater than 0. അപ്പൊ ഞാനൊരു ഇൻ പർട്ടിക്കുലർ എപ്സിലോണിന്റെ വാല്യൂ ഒന്ന് 1 എടുത്ത് നോക്കാം. ഇത് ശരിയാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, epsilon 1 എടുത്തപ്പോ so there exists a delta such that, okay, epsilonന്റെ വാല്യൂ 1 എടുത്തു. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവില്ലായിരിക്കും, ഇവിടെ ഞാനത് പറഞ്ഞെടുത്ത് 1 ആണ് epsilonന്റെ വാല്യൂ. Okay, now take epsilon x belongs to open interval 0, 1 with x value is less than delta and set u as this x by 2. Okay, ആ പോയിന്റ് അങ്ങനെ തന്നെ സെലക്ട് ചെയ്യാം. അപ്പൊ എത്ര കിട്ടും? mod x minus u is യുവിന്റെ വാല്യൂ ആണ്. u x എടുത്ത എലമെന്റ് ആണ് ഓപ്പൺ ഇന്റർവൽ 0, 1 ഓക്കെ, എക്സ് ഈ സെറ്റിൽ ഉണ്ടെങ്കിൽ x by 2 is also belongs to the set. അതുകൊണ്ടാണ് this u belongs to the set open interval 0, 1. എലമെന്റ് അല്ലേ അവിടുത്തെ x ഉം u. So okay,
x minus u is equal to mod x minus x by 2. This is x. U x by 2. So x minus x by 2 is equal to x by 2. And this x by 2 is less than delta. അങ്ങനെയാണ് നമ്മളിവിടെ ചൂസ് ചെയ്തേക്കുന്ന ഡെൽറ്റയുടെ വാല്യൂ. എക്സ് ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ എക്സ് ബൈ 2 is also less than delta. Okay, now take this 1 by x minus 1 by u. 1 by u എന്ന് പറഞ്ഞാൽ യുവിന്റെ വാല്യൂ x by 2 ആയിരുന്നു. അപ്പോൾ അത് 2 by x ആയിട്ട് മാറും. So that value is 1 by x. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കുക, എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ 1 is greater than 1. So this is greater than 1. Clear? അപ്പോൾ നിങ്ങൾ നോക്കുക, this is our epsilon. Okay, നമുക്കിപ്പോ എന്ത് കിട്ടി? Mod x minus u is less than delta does not imply this mod f of x minus f of u is less than epsilon value 1. അതിന് പകരം നമുക്ക് കിട്ടിയത് this value is greater than 1. Therefore, this is not uniformly continuous on this open interval 0, 1. Okay, അപ്പൊ നമ്മൾ രണ്ട് ഡൊമൈൻ വെച്ചിട്ടുള്ള 1 by x ന്റെ കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഒന്നാമത്തെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ പോസിറ്റീവ് റിയൽ നമ്പേഴ്സ്. രണ്ടാമത്തേത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ലൈസ് ബിറ്റ്വീൻ 0 and 1 എക്സ്ക്ലൂഡിങ് 0 and 1. ഈ രണ്ട് കേസിലും ഫംഗ്ഷൻ f of x 1 by x എന്ന് പറയുന്നത് is not uniformly continuous. ക്ലിയർ ആണോ? Clear ആയി സർ. ഓക്കെ, നമുക്കിനി അടുത്തത് നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ. നമ്മളിപ്പോൾ ശരിക്കും ഡയറക്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തത്. ചില സിറ്റുവേഷനിൽ നമുക്ക് വേണമെങ്കിൽ ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രൈറ്റീരിയ നമുക്ക് ഇത് വേണമല്ലോ ഉപയോഗിക്കാം. ഓക്കെ, ഹെഡിങ് ശ്രദ്ധിച്ചോണം. നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി ക്രൈറ്റീരിയ ആണ് അതിന്റെ ഹെഡിങ്. അവിടെ എന്താ? f is from a to r, f is not uniformly continuous on r if f is not greater than. ഇത് ഡയറക്റ്റ് ഡെഫിനിഷൻ. ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. രണ്ടാമത്തേത്, if f is not uniformly continuous on a if there exists epsilon greater than 0 and two sequences xn and un in that domain of a such that limit xn minus un is equal to 0 but mod f of xn minus f of un is greater than or equal to epsilon. ഓക്കെ, ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ്? xn minus un tends to 0 ആണ്, but f of xn minus f of un does not tends to 0. ഇതാണ് കണ്ടീഷൻ. ക്ലിയർ അല്ലേ? അപ്പം യൂണിഫോം നോൺ യൂണിഫോം ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇത് രണ്ടും ഉപയോഗിക്കാം. നമ്മളിപ്പോ ആദ്യം ചെയ്തതെല്ലാം ഈ തരത്തിലാണ് ചെയ്തത്. അടുത്തത് ഞാൻ സീക്വൻഷ്യൽ അപ്രോച്ച് ഒരു കാര്യം. അതെന്താണ് ഇവിടെ പറയുന്നത്? ടേക്ക് ടു സീക്വൻസസ് xn and un in the domain of this function f. Okay, then xn minus un tends to 0 does not imply this f of xn minus f of un tends to 0. Clear? ഒരു റിസൾട്ട് ആണ്. നിങ്ങളിതും പഠിക്കണം. ഓക്കെ, നമ്മള് ഈ രണ്ടാമത്തെ ഈ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ട് f of x is equal to 1 by x does not uniformly continuous എന്നുള്ള ഇത് പ്രൂവ് ചെയ്യാൻ പോവാം. ഓക്കെ, now take this f of x is equal to 1 by x. x is greater than 0. നമുക്കറിയാം, ഓൾറെഡി നമ്മൾ ചെയ്തതാണ്. that function is uniformly continuous. Okay, take xn as 1 by n, un as 1 by n plus 1. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്ത് നോക്കണം? ഓക്കെ, ഞാനിപ്പോ ചെയ്തത് എന്താണ്? f of x എന്ന് പറയുന്നത് 1 by x. ഓക്കെ, x എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം. ഓക്കെ, ടേക്ക് ദിസ്
xn as 1 by n, un as 1 by n plus 1. അപ്പോൾ xn minus un എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. വരും 1 by n minus 1 by n plus 1. So that is equal to, simplify ചെയ്യുമ്പോൾ 1 by n into n plus 1. Now take limit xn minus un. Limit 1 by n into n plus 1. So that is 0. As n tends to infinity, denominator becomes 0. Okay. F of xn ഉം f of un ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. എത്ര വരും? Okay. Limit. Okay. f of xn എന്ന് പറയുന്നത് എത്രയാ? xn എന്ന് പറയുന്നത് 1 by n ആണെങ്കിൽ f of xn എത്ര ആയിരിക്കും? എത്ര ആയിരിക്കും? f of x എന്ന് പറയുന്നത് 1 by x ആണെങ്കിൽ ഇവിടെ x എന്ന് പറയുന്നത് 1 by n എടുത്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ f of x എത്ര ആയിരിക്കും? That will be n. Okay. un. f of 1 by n plus 1 is n plus 1. Okay. So that value is equal to 1 minus 1. Right? The modulus value എടുത്തു കഴിഞ്ഞാൽ this value is mod. Okay. So that is mod f of xn minus f of un is equal to 1. നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ട എപ്സിലോൺ എന്ന് പറയുന്നത്, സപ്പോസ് എപ്സിലോൺ ഈസ് ലെസ് ദാൻ 1 ആണെങ്കിൽ this mod f of xn minus f of un is greater than this epsilon. Okay. Okay. Take epsilon is equal to 1 എടുത്താലും മതി. 1 വേണ്ട, എപ്സിലോൺ 1 എടുത്താൽ പറ്റില്ല. എപ്സിലോൺ എന്ന് പറയുന്നത് 1 by 2. അത് കുഴപ്പമില്ല, ഏതുകൊണ്ട് എടുക്കാം. എല്ലാ എപ്സിലോണും ഇത് ട്രൂ ആയി പറ്റുള്ളൂ. ബട്ട് ഹിയർ എപ്സിലോൺ is equal to 1 by 2. Therefore, our uniform criteria, there exists a epsilon ആണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ഇവിടെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്? There exists, രണ്ടാമത്തെ ക്രൈറ്റീരിയ പറഞ്ഞേക്കുന്നത് എന്താണ്? There exists some epsilon greater than 0. മറ്റേ കണ്ടിന്യൂറ്റിയുടെ അവിടെ പറയുന്നത് for every epsilon greater than 0 ആണ്. പക്ഷെ നോൺ യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്നത് നിങ്ങൾ ഒരു എപ്സിലോൺ എങ്കിലും കാണിച്ചു തരിക. That this condition does not hold. Okay. Therefore, this function is, നമ്മൾ നോക്കണം, ഈ തൊട്ട് മോളി പറഞ്ഞ അപ്രോച്ചിനേക്കാൾ വളരെ എളുപ്പമാണ് നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ഈ സെക്കൻഡ് യൂണിഫോം നോൺ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ എക്സാമ്പിൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഓക്കെ. നമ്മൾ അടുത്തത് യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തിയറമാണ്. പ്രത്യേകിച്ച് പേര് തന്നെ കേട്ടപ്പോൾ മനസ്സിലാക്കിക്കോണം. യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ഞാൻ മുമ്പേ പറഞ്ഞു, എവരി യൂണിഫോം കണ്ടിന്യൂസ് തിയറം, അല്ലെ എവരി യൂണിഫോം കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇസ് continuous, but every continuous function need not be uniformly continuous. Okay. അപ്പോൾ നമ്മള് ഈ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം നമ്മൾ ഒന്ന് നോക്കാം. Let I be a closed bounded interval. F is from I to R, he continues on I. Then F is uniformly continuous on I. എന്താണ് പറഞ്ഞേക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. ലൈൻ ബൈ ലൈൻ നിങ്ങൾ വായിക്കണം. എന്താ പറയുന്നത്? I is an open interval എന്നല്ല, closed interval എന്നാണ്. Closed and bounded interval. F is a continuous function defined on that closed and bounded interval. Then F is uniformly continuous. മനസ്സിലായോ? എന്താ പറയണേ? F എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, and it is defined on the closed interval that I. അപ്പൊ നമ്മൾ പറയുന്നത് ഈ റിസൾട്ടിനെ നമുക്ക് ഇങ്ങനെ വേണേ പറയാം: every continuous function defined on a closed interval is uniformly continuous. And the result, that is uniform continuous theorem. Every continuous function defined on a closed bounded interval is uniformly continuous. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു, ഈ തിയറം ഞാൻ പെട്ടെന്ന് f of x is equal to 1 by x ഞാനൊന്ന്
അപ്ലൈ ചെയ്യാൻ പോവാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/x. ക്ലിയർ? എഫ് ഓഫ് എക്സ് 1/x ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ നോക്കിയ എക്സിന്റെ എഫിന്റെ ഡൊമൈൻ പറയാം. ഡൊമൈൻ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഡൊമൈൻ എന്ന് പറയുന്നത് 1 to ക്ലോസ് ഇന്റർവൽ 1. ഓക്കെ, എന്തായിരിക്കും പ്രത്യേകത? ഞാൻ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടോ നോക്കണം. ഇവിടുത്തെ ഇന്റർവൽ ഏതാണ്? ക്ലോസ്ഡ് ഇന്റർവൽ ഐ. ഓക്കെ, ക്ലോസ്ഡ് ഇന്റർവൽ ഐ, ക്ലോസ് ഇന്റർവൽ ക്ലോസ് ഇന്റർവൽ 1 2, അതാണ് നമ്മുടെ ഐ. അപ്പൊ ഈ ക്ലോസ് ഇന്റർവൽ 1 2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, ബൗണ്ടഡും ആണ്. ഇനി ഈ ഇന്റർവെല്ലിൽ 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കാരണം നിങ്ങൾക്ക് അറിയാം 1/xന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള 1/xന്റെ ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ പോവാ, കണ്ടിന്യൂസ്. അപ്പൊ 1 2 നിങ്ങൾക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇത് കണ്ടിന്യൂസ് ആണ് ഫംഗ്ഷൻ. ഗ്രാഫിന് ബ്രേക്ക് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. And continuous function defined on this closed interval, therefore this is uniformly continuous by this uniform continuous theorem. അപ്പൊ നോക്കിയേ 1/x ഈ കേസിൽ യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. തൊട്ട് മോളി പറഞ്ഞ സിറ്റുവേഷനിൽ നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. ക്ലിയർ ആയോ റിസൾട്ട്? ഓക്കെ ആണോ? Okay, sir. Every continuous function defined on closed and bounded interval is uniformly continuous. Okay, ഇതിന്റെ പ്രൂഫ് വളരെ സിമ്പിൾ പ്രൂഫ് ആണ്. നമ്മൾ നോക്കാം. If possible, assume f is not uniformly continuous. Contradiction assume ചെയ്യും. അപ്പൊ എന്താണ്? തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയ 2 എടുക്കാം. There exists some epsilon naught, ഞാൻ epsilon naught എന്ന് എടുക്കുന്നു, and two sequences xn and un in that interval I such that this tends to 0 but this value is greater than epsilon. ഇതിന്റെ മീനിങ് എന്താ? mod xn minus un less than 1/n എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ മീനിങ് ഇത്രയേ ഉള്ളൂ. xn minus un limiting value of this will be equal to 0. ശരിയല്ലേ? Okay, Leather? Okay, sir. Okay, so there is, since I is a closed and bounded interval, therefore these sequences are, the sequences has a subsequence and they are convergent to. എവിടെ നിന്ന് നോക്കിയാൽ അത് എവിടുന്ന് കിട്ടിയതാണ്? നിങ്ങൾക്കറിയാം ഒരു സെറ്റ് ക്ലോസ്ഡ് ആണെങ്കിൽ അതിനകത്തുള്ള സീക്വൻസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണെങ്കിൽ അതിനകത്തുള്ള നേരത്തെ പഠിച്ച റിസൾട്ട് ആണ് ആ സെറ്റിലെ ഓക്കെ എവരി സീക്വൻസ് ഇസ് ബൗണ്ടഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം. ഇനി വേറൊന്നുകൂടെ പഠിച്ചിട്ടുണ്ട്. ബോൾസാനോ-വീയർസ്ട്രാസ് തിയറത്തിന്റെ കോൺസിക്വൻസ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞേക്കുന്നതാണ് എവരി ബൗണ്ടഡ് സീക്വൻസ് ഹാസ് എ കൺവെർജന്റ് സബ് സീക്വൻസ്. അത് നമ്മൾ ബോൾസാനോ-വീയർസ്ട്രാസ് തിയറമായിട്ട് തന്നെയാണ് കാണുന്നത്. സോ യൂസിങ് ദാറ്റ് ബോൾസാനോ-വീയർസ്ട്രാസ് തിയറം, this xn and un has a convergent subsequences xnk and unk. ഞാനിപ്പോ തൽക്കാലം xnk യുടെ കാര്യം മാത്രമാണ്. So xnk has a convergent subsequence. No, xn has a convergent subsequence xnk and that converges to z. തന്നിട്ടുണ്ട് I is closed. അങ്ങനെയാണെങ്കിൽ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഇന്റർവെൽ ഉണ്ടാവണം. അതാണ് ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷൻ. ക്ലോസ്ഡ് സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ഓഫ് ഇറ്റ്സ് ലിമിറ്റ്. ഓക്കെ, therefore z belongs to I. ഓക്കെ, നമുക്കിവിടെ കിട്ടി ലിമിറ്റ് xn tends to 0, xn minus un tends to 0. ഓക്കെ, നമുക്ക് xn എന്ന് പറയുന്നത് tends to 0 ആയതുകൊണ്ട് this un also tends to 0 because the difference is tends to 0 ആയതുകൊണ്ടാണ് un എന്ന് പറയുന്നതും അതിനും സബ്സീക്വൻസ് ഉണ്ടാവണം. that also converges to this is z. എങ്ങനെ കിട്ടിയത് മനസ്സിലായോ? എന്താ പറയാൻ കാര്യം? xnk converges to z ആണ്. xnk minus unk tends to 0 ആണ്. അങ്ങനെയാണെങ്കിൽ this unk also tends to
ഇസഡ് എങ്കിലേ അതിന്റെ ഡിഫറൻസ് 0 ആയിട്ട് മാറുള്ളൂ. ഓക്കെ, അതാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. UK ഓൾസോ കൺവേർജസ് ടു 0. ഓക്കെ, അതിന്റെ മാത്തമാറ്റിക്കലി എക്സ്പ്ലനേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, given that this f is continuous on I, കണ്ടിന്യൂസ് ഫംഗ്ഷന്റെ സീക്വൻഷ്യൽ അപ്രോച്ച് നമ്മൾ നേരത്തെ ചെയ്താണ്. എന്താണത്? XNK converges to Z implies f of XNK converges to f of Z. UNK converges to Z implies f of UNK converges to f of Z. ക്ലിയർ ആണോ? അത് സീക്വൻഷ്യൽ അപ്രോച്ച് ഓഫ് ദിസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ നേരത്തെ പഠിച്ചതാണ്. ഓക്കെ, അതിന്റെ ഡിഫറൻസ് എടുക്കാം. ആ ഡിഫറൻസ് അപ്പൊ എങ്ങോട്ടേക്കായിരിക്കും? കൺവേർജസ് ടു 0. ദിസ് ഈസ് നോട്ട് പോസിബിൾ. കാരണം നിങ്ങൾ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ കണ്ടീഷൻ? മോഡ് f of xn minus f of un is greater than or equal to epsilon naught എന്ന് തന്നിട്ടുള്ള ഈ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? This means that this f of xn minus f of un does not converges to 0. But here we got that value difference is tends to 0. Therefore, we get a contradiction. നമ്മൾ contradiction കിട്ടാൻ കാരണം by our assumption that f is not uniformly continuous എന്നുള്ളതാണ്. Therefore, f is continuous on this I. Okay, clear ആണോ? ഈ തിയറം ചെയ്ത് പഠിക്കണം. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറം, യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം. ക്ലിയർ ആണോ? എന്താ ഞാൻ പറഞ്ഞത്? റിസൾട്ട് എന്താ പറഞ്ഞത്? every function, every continuous function defined on a closed bounded interval is continuous, uniformly continuous. Okay ആണോ? Okay sir. അടുത്തത് ഒരു ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷ്യസ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഡെഫിനിഷൻ സിമ്പിൾ ഡെഫിനിഷൻ ആണ്. പക്ഷെ ഈ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ പഠിക്കണം. ഡെഫിനിഷൻ ഡിഫൈൻ ലെപ്റ്റിഷ്യസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ഇത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഡെഫിനിഷൻ കൃത്യമായിട്ട് എഴുതണം. എന്താണ് ഡെഫിനിഷൻ? A is first of R, f is from A to R. This function is said to be Lipschitz condition satisfying the function അല്ലെങ്കിൽ Lipschitz function if if there exists a constant k greater than 0 such that this mode f of x minus f of u is less than or equal to k into mod x minus u, and this is true for all x u belongs to A. എന്തായി പറയുന്നതിന്റെ അർത്ഥം? ഓക്കെ, എന്തായി പറയുന്നതിന്റെ അർത്ഥം? മോഡ് f of x minus f of u is less than or equal to k times mod x minus u എന്ന് എടുക്കാൻ പറ്റിയാൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് Lipschitz function, or the function is said to satisfy Lipschitz condition. നമ്മൾ ഇന്ന് ചെയ്ത ഒരു ഫംഗ്ഷൻ നമുക്ക് എളുപ്പം എടുത്തു നോക്കാം. അത് Lipschitz ഫംഗ്ഷൻ ആണ്. ഞാൻ മുമ്പേ ചെയ്ത ഫംഗ്ഷൻ തന്നെ നമുക്ക് നോക്കാം. ഏത് ഫംഗ്ഷനാണ്? നിങ്ങൾ ഈ ഫംഗ്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേ. ഈ ഫംഗ്ഷന്റെ പ്രത്യേകത എന്താ? നമ്മൾ യൂണിഫോം കണ്ടിന്യൂസ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെ ചെയ്ത് വന്നിട്ട് കണ്ട് ഇവിടെ ഈ സ്റ്റെപ്പ് ഇല്ലേ? എന്താ ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് മാത്രം ഒന്ന് എഴുതി നോക്കുക. എങ്ങനെയായിരിക്കും? മോഡ് f of x minus f of u is less than 12 into mod x minus u അല്ലേ? ശരിയല്ലേ? ഇതും കൂടെ നോക്കിയാൽ ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ കെയുടെ വാല്യൂ 12 ആണ്. അപ്പൊ എന്ത് കിട്ടി? മോഡ് f of x minus f of u is less than k into mod x minus u, where k is greater than 0. കെയുടെ വാല്യൂ 12 ആണ്. This is greater than. അപ്പൊ എന്താ നമുക്ക് കിട്ടി? Therefore, function f of x is equal to x cube. X belongs to this closed interval 1, 2 is a Lipschitz function. അപ്പൊ Lipschitz ഫംഗ്ഷന്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ പറഞ്ഞാൽ മതി. നീ അതല്ല വേറെ ഫംഗ്ഷനും ഉണ്ട്. വേറെ ഏതാ ഫംഗ്ഷൻ? നമ്മൾ ഇന്ന് തന്നെ ചെയ്ത വേറൊരു ഫംഗ്ഷൻ, ഒരു പഴയ ഒരു എക്സ് സ്ക്വയർ ഫംഗ്ഷൻ ഉണ്ടല്ലോ, 2x ഫംഗ്ഷൻ. അത് നോക്കിയാൽ മതി. എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ 2x
ഇത് ലിപ്സിസ് ഫംഗ്ഷനാ. കാരണം എന്താ? ഇവിടെ കെയുടെ വാല്യൂ എത്രയാ? 2. ശരിയല്ലേ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെങ്കിലും അതും കറക്റ്റ് ആണ്. അതാണ്ട് ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. ദിസ് ഈസ് 2, കെയുടെ വാല്യൂ 2. ഇങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എല്ലാം പറയുന്ന പേരാണ് ലെപിച്ചിഷ്യസ് ഫംഗ്ഷൻ. അതാണ് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞത്. ഇതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ കൂടെ ഞാനൊന്ന് പറയാം. നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ദിസ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു is less than or equal to k into mod x minus u. ഇതിനെ ഞാൻ സിംപ്ലിഫൈ ചെയ്താൽ ഇങ്ങനെ കിട്ടും. എന്താണ്? എക്സ് മൈനസ് യു പോസിറ്റീവ് ആണ്, മോഡ് എക്സ് മൈനസ് യു പോസിറ്റീവ് ആണ്, ഡിവൈഡ് ചെയ്യുക ത്രൂ ഔട്ട്. അപ്പൊ എന്താണ്ട് ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങനെ കിട്ടും, റൈറ്റ് സൈഡോ കെയും കിട്ടും. ആൻഡ് എക്സ് ആൻഡ് യു ബിലോങ്സ് ടു കെ എന്ന് പറയുന്നതിന്റെ മീനിങ് എന്താ? ഇത് നിങ്ങൾ നേരത്തെ കണ്ടിട്ടുള്ള സാധനമാണ്. ഇത് സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയ എന്താണ് സ്ലോപ്പ്? സ്ലോപ്പ് ഓഫ് ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് എക്സ് എഫ് ഓഫ് യു, എക്സ് കോമ എഫ് ഓഫ് എക്സ്, യു കോമ എഫ് ഓഫ് യു. ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ പോയിന്റ്, രണ്ട് പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് y കോർഡിനേറ്റ് ഡിഫറൻസ് ബൈ x കോർഡിനേറ്റ് ഡിഫറൻസ്. ശരിയല്ലേ? അതാണ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് യു ബൈ എക്സ് മൈനസ് യു. അതിന്റെ പോസിറ്റീവ് ന്യൂമറിക്കൽ. ഓക്കെ, അതിന്റെ സ്ലോപ്സ് ബൗണ്ടഡ് ആണ് എങ്കിൽ ആ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ലെപിച്ചിസ് ഫംഗ്ഷൻ. മനസ്സിലായോ? എന്താണ്? നിങ്ങള് ഓക്കെ ഇങ്ങനൊരു പോയിന്റ് എടുക്കുക. ഇതിനെ എക്സ് എഫ് ഓഫ് എക്സും ഇത് യു എഫ് ഓഫ് യു. ഈ ലൈനിന്റെ സ്ലോപ്പ് ആണ് ഞാൻ ഇപ്പൊ നിങ്ങളോട് പറഞ്ഞത്. ഏതാണ്? എഫ് ഓഫ് x minus f of u divided by x minus u. ഈ വാല്യൂ ലെസ് ദാൻ k ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ്, ബൗണ്ടഡ് ആയിട്ടുള്ളതാണ് എങ്കിൽ ഈ ഫംഗ്ഷൻ is said to be a Lipschitz function or satisfying a Lipschitz condition. Okay, അടുത്ത റിസൾട്ട് ഞാനിത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാം. This function is Lipschitz function ആണെങ്കിൽ it is always uniformly continuous. Every Lipschitz function is uniformly continuous. ഇതും ഒരു റിസൾട്ട് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ അല്ലേ? ശരി, തൽക്കാലം ഞാൻ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.